ലോക മനസാക്ഷിയുടെ കണ്ണുകൾ ഇപ്പോൾ വത്തിക്കാനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വത്തിക്കാന്റെയും അതുപോലെ തന്നെ ലോകത്തിന്റെയും മഹാ ഇടയൻ നഷ്ടമായി എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി പുതിയൊരു ഇടയന് വേണ്ടി അവർ കാത്തിരിക്കുകയുമാണ്. ഇങ്ങനെയുള്ള കാത്തിരിപ്പിൽ കർദിനാൾമാർ അവരിൽ നിന്ന് ആരാകും എന്നുള്ള പ്രതീക്ഷയിൽ അവർ പല ജനറൽ കോൺഗ്രിഗേഷനിലെ ആയി ഒത്തുകൂടുകയാണ്. വളരെ വ്യത്യസ്തമായ ചിന്തകൾ അവരുടെ ഇടയിലുണ്ടെങ്കിലും മാധ്യമങ്ങൾ വ്യത്യസ്തമായ ആൾക്കാരുടെ പേരുകൾ പുതിയ പോപ്പിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള ഒരു പേര് പിയത്രോ പരോളിന്റെ തന്നെയാണ്. കാരണം അദ്ദേഹം വത്തിക്കാൻ സ്റ്റേറ്റിന്റെ സ്ഥാനാധിപതിയാണ്. അതുപോലെ തന്നെ പാപ്പായുടെ കൂടെ കുറെ വർഷങ്ങൾ ജീവിച്ചിട്ടുള്ളയാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും ചില കർദിനാൾമാർ അദ്ദേഹത്തിന് എതിരെ വെക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഇതാണ്: അദ്ദേഹത്തിന് പാസ്റ്ററൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് ഫിലിപ്പീനോക്കാരനായ കർദിനാൾ താഗളെ. അദ്ദേഹവും ഒരുപാട് പാസ്റ്ററൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, പാപ്പായുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിനെതിരെയും മാധ്യമങ്ങളിൽ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നം ഇതാണ്: ഫിലിപ്പീൻസിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് എതിരായി വരുന്നുണ്ട്. മൂന്നാമത് കർദിനാൾ ആഫ്രിക്കക്കാരനായ അംബോഗയുടെ പേര് പലപ്പോഴും കയറി വരുന്നുണ്ട്. അദ്ദേഹവും ഫ്രാൻസിസ് പാപ്പയുടെ പല ചിന്തകളുമായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ 2023 ഇറങ്ങിയ ഫിദൂച്ച സുപ്ലിക്കൻസ് എന്ന സ്വവർഗ അനുരാഗികളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റിനെതിരെ അദ്ദേഹം വളരെയേറെ എതിരെ വാദിച്ചു. കാരണം അത് തീർച്ചയായിട്ടും ആഫ്രിക്കൻ ജനതകൾക്ക് വേറൊരു തരത്തിലുള്ള ചിന്തകൾ നൽകുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എങ്കിലും പല ചിന്തകളും ഫ്രാൻസിസ് പാപ്പായുമായിട്ട് ഒത്തുപോകുന്നവരാണ്. ജെറുസലേമിലെ അതുപോലെ തന്നെ ഹോളിലാൻഡിന്റെ പാത്രിയാർക്കീസായ കർദിനാളിനെയാണ് മറ്റൊരു തരത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം പാലസ്തീനുമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും പാപ്പായുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. യാഥാസ്ഥിതികരായിട്ടുള്ള പല കർദിനാൾമാരുടെ പേരുകളും വരുന്നുണ്ട്. സാറ, അതുപോലെ തന്നെ ജർമ്മൻകാരനായ മുള്ള, ഇങ്ങനെ പലരുടെ പേരുകൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ അവസാനമായി ചിന്തിക്കേണ്ടത് ഒരു സംഭവം ഇതാണ്: മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറയുമ്പോഴും സഭ പരിശുദ്ധാത്മാവിന്റെയാണ്. സഭയിലൂടെ എന്നും പ്രവർത്തിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും സഭയ്ക്ക് ആവശ്യമുള്ളവരെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. സഭ വളരെയേറെ കമ്മ്യൂണിസവുമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയെ പുതിയൊരു ദിശയിലേക്ക് നയിച്ചു. അതിനുശേഷം വളരെയേറെ സൈദ്ധാന്തിക ചിന്തകളുള്ള, ലോകം തന്നെ അറിയുന്ന പരിശുദ്ധനായ ബെനഡിക്റ്റ് പാപ്പ വന്നു. അതിനുശേഷം പാവങ്ങളോട് പക്ഷം ചേരണം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ യുഗം വന്നു. സഭയിൽ ഇനി ആരുടെ യുഗമാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.